ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഞാൻ വീണ്ടും വന്നു കേട്ടോ. നമുക്ക് ഒരു വൈകുന്നേരത്തെ ചായക്കുള്ളൊരു 4 മണിക്കടി ഉണ്ടാക്കിയാലോ? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 4 മുട്ട കൊണ്ടാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം. വാ. നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവോളേൻ്റെ പകുതി, ഒരു തക്കാളീൻ്റെ പകുതി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചെപ്പ്, കരിവേപ്പില, പച്ചമുളക്, ഒരു മുറി ചെറുനാരങ്ങ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സവോള ഇടണം, തക്കാളി, പച്ചമുളക്, മല്ലിച്ചെപ്പ്, കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇത് ഉപ്പിടുക. പിന്നെ മസാലപ്പൊടി വേണേ. മസാലപ്പൊടി ചിക്കൻ മസാല മതി കേട്ടോ. കൂട്ട് കുറച്ചിട്ടാൽ മതി. മുളക് പൊടി കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ, കളർ വന്നിട്ട്. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, പിന്നെ നമുക്ക് ചെറുനാരങ്ങ. ആരോഗ്യം വേണം തോന്നുന്നു. 2 ദിവസമായി കൊണ്ടുവച്ചിട്ടേ. അപ്പോൾ അത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് നീര് കുറവാണ്. നമുക്കതും കൂടി എടുക്കാം കേട്ടോ. നീര് കുറവാണ്. കൂടി എടുക്കാം, നല്ല നീരുണ്ടാവുള്ളൂ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ. ഇനി നന്നായിട്ട് ജോയിൻ്റ് ആക്കണം. നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ആ പുളിയും എരിവും എല്ലാം കൂടെ ഈ മസാലയ്ക്ക് പിടിക്കണം. ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഉപ്പുണ്ട്. ഇനി ഇതിവിടെ വെക്കാം നമുക്ക്. ഇനി അപ്പം തന്നെ ഇത് ആവി കയറട്ടെ. നമ്മൾ വെച്ചേക്കുന്ന മുട്ട ആവി കയറിയിട്ട് നമുക്ക് ബാക്കി ശരിയാക്കാം കേട്ടോ. സെറ്റായിട്ടിരിക്കട്ടെ. മൂടിയേക്കാം. ഇങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം. റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതെടുക്കാം. തീ ഓഫാക്കാം. ചൂടാ. ഇനി നമുക്കിത് ഓരോന്നോരോന്നെടുത്തിട്ട് ഇതിൻ്റെ മസാല എടുക്കാം. നന്നായിട്ട് പരത്തി കൊടുക്കണേ. നമുക്ക് മുട്ടയൊന്നും തിരിയാൻ പാടില്ലല്ലോ. അടുത്തത് നന്നായിട്ട് പരട്ടി. അങ്ങനെ നമ്മൾ പാത്രം വെച്ച് ചൂടായി. ഇനി ഒരു ലേശം എണ്ണ ഒഴിക്കണം. നമുക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് ഈ മസാല നമ്മൾ ഇതിലേക്ക് ഇടണം. ചീഞ്ചട്ടിയിലേക്ക്. നന്നായിട്ട് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമ്മൾ ഓരോ മുട്ട എടുത്തിട്ട് നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം. മസാലയിലേക്ക് ഞാൻ മസാല കിടന്നൊന്ന് വേവട്ടെ. നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ. മീൻ പൊരിക്കാൻ നേരത്ത് മസാലയൊക്കെ എടുത്ത് വെക്കൂലേ, അതേപോലെ തന്നെ. ഇനി ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. മീൻ മൊരിയുന്ന പോലെ ഒന്ന് മൊരിയട്ടെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം.
നമുക്കിത് ഓരോന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടി ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് കണ്ടു നല്ല ആവി വറക്കുന്ന കാണുന്നില്ലേ? നല്ല ആവി വറക്കുന്ന നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ നല്ല ഇതുണ്ട്. നന്നായിട്ട് പിടിച്ച് വരട്ടെ. നമ്മുടെ മീൻ വറക്കുന്ന എങ്ങനെയോ അതേപോലെ തന്നെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് വൈകുന്നേരം ഒരു ചെറുകടി മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ റെഡിയായി കേട്ടോ. ഇനി നമുക്കിത് വാങ്ങാം. അങ്ങനെ മമ്മിക്കൊന്ന് കൊടുത്തു നോക്കാം അല്ലേ? അപ്പം മമ്മി മാത്രമേ ഉള്ളൂ ഇവിടെ. അമ്മ അങ്കൻവാടി പോയേക്കാം. അപ്പം മമ്മിക്ക് കൊടുത്തു നോക്കാം. സ്പൂണും കൂടി ഇട്ട് കൊണ്ടുപോയി കൊടുത്തു നോക്കാം. മമ്മി എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറഞ്ഞേ, എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? സൂപ്പറാ. നല്ലതാണോ? നല്ല. ചായക്കൊക്കെ എരിവും പുളിയും എല്ലാം ഉണ്ട്, ഉപ്പും എല്ലാം ഉണ്ട്. ചായക്കൊക്കെ കടിയാവും. ചായക്ക് കടിയായി. ഒരു ശകലം ബ്രെഡും കൂടി ഉണ്ടേ നല്ല. ആണോ? സൂപ്പർ. സൂപ്പറാ. ഹായ്. അപ്പോൾ കൂട്ടുകാരെ പറഞ്ഞ കേട്ടില്ലേ, മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത അമ്മ അങ്കൻവാടി പോയിട്ട് വരണം. എന്നാലേ ഇനി അമ്മേൻ്റെ അഭിപ്രായം അറിയത്തുള്ളൂ. അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങൾ എല്ലാവരും വീട്ടിൽ മുട്ടയും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം മക്കൾക്ക് വേണ്ടി ചെറുകടി ഉണ്ടാക്കി കൊടുക്കുക. അപ്പം മക്കൾക്ക് ഭയങ്കര സന്തോഷമാവും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ എന്നും പറഞ്ഞ് പിള്ളേർ നല്ല ഹാപ്പിയാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയിൽ ഇനിയും വരാം. ബായ്.